കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളും പ്രമുഖ പത്രങ്ങളും പ്രത്യേകിച്ച് സുപ്രഭാതം പത്രം അടക്കമുള്ള പത്രങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ആ കാര്യം കൈകാര്യം ചെയ്യുകയും എഴുതുകയും ചെയ്തു. സ്വാഭാവികമായും കുറ്റവാളികൾ കുറ്റം ചെയ്താൽ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയോ ആക്ഷേപിക്കപ്പെടുകയോ ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷേ കുറ്റവാളികളെ മതം തിരിച്ച് പ്രത്യേകം ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മതക്കാരെ ആക്ഷേപിക്കുന്ന സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിനും സാമൂഹ്യ സൗഹൃദത്തിനുമൊക്കെ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പരാമർശമാണ്. അത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ പരാമർശമാകുമ്പോൾ കൂടുതൽ ഗൗരവകരം. കാരണം സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം ചെയ്യുന്ന പ്രവർത്തനം ഒരു സമുദായത്തെ മൊത്തം ആക്ഷേപിക്കാനുള്ള പ്രവർത്തനമാക്കി മാറ്റുന്നത് പ്രത്യേകിച്ച് ഉയർന്ന ആളുകൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. അത് പ്രതിഷേധാർഹവുമാണ്, ഖേദകരവുമാണ്. അത് പലരും അത് പറഞ്ഞു കഴിഞ്ഞു. പരിപാടിയിലേക്ക് സൂചിപ്പിക്കുന്നത് തന്നെ അത്തരത്തിൽ സമുദായത്തിൽ നേരെ വരുന്നു എന്ന് പറഞ്ഞാണ് സൂചിപ്പിക്കുന്നത്. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ആ ഒരു വാദത്തിന് ഊന്നൽ നൽകുന്ന രീതിയിലും പ്രതികരണം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ അത് പരിശോധിക്കേണ്ടതായിരുന്നില്ല. തീർച്ചയായും അതിൽ പിന്നീട് ഒരു ഖേദപ്രകടനം പോലും നമ്മൾ കേട്ടിട്ടില്ല. സ്വാഭാവികമായും അത് സമൂഹത്തോട് തുറന്നു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകളും അതുപോലെ മറ്റു മതക്കാരായ ആളുകളും അതിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് എന്ന രീതിയിൽ പ്രതികരിച്ചു. ക്രൈസ്തവർ പോലും പ്രതികരിച്ചു, ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ പ്രതികരിച്ചു. അവരാരും മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തില്ല. എന്നിട്ടും ആ പരാമർശം നടത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കാതിരിക്കുക എന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അത് തികച്ചും പ്രതിഷേധാർഹമാണ്. അതുകൊണ്ടാണ് പലരും അതേക്കുറിച്ച് ഗൗരവത്തോടു കൂടി പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പൊതുവെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളതും അങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ കേരളത്തെ വായിച്ചെടുക്കുന്നത്. ആ കേരളത്തിൽ തന്നെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ പ്രകടിപ്പിക്കുന്ന പോലുള്ള അഭിപ്രായമായി പോയി എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ.